വെൽക്കം ബാക്ക് ടു പെസ് യൂണിവേഴ്സ് മല്ലു പെസ് യൂണിവേഴ്സ് മലയുടെ പുതുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം ഗൈസ്. പിന്നെ ഞാൻ വന്നേക്കണം എങ്ങനെ നമുക്ക് ഈ ഫുട്ബോളിൽ ക്ലബ് കോയിൻസ് ഫ്രീ ഫയർ ഡാംസ് ഒക്കെ എടുക്കാനാണ്. ഈ ആപ്പിൻ്റെ പേര് ഗെയിം സെൻറ്റർ. ഇതുവഴി നമുക്ക് ഗൂഗിൾ പ്ലേ റെഡി കൂടെ ഒക്കെ എടുക്കാം. ഇതാണ് യു പേ, ആമസോൺ പേ, ഗൂഗിൾ പ്ലേ, ഫ്ലിപ്കാർട്ട്, ക്ലാഷ് ഓഫ് ക്ലാൻസ്, ജെംസ്, ഫ്രീ ഫയർ ഡാംസ് ഇതൊക്കെ നമുക്ക് എടുക്കാം. ഈ ഫുട്ബോൾ ക്ലബ് കോയിൻസ് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ റിവാർഡ്സ് ഉണ്ട്. ആ റിവാർഡ് സെക്ഷനിൽ പോയി നമുക്കിത് ഇവിടെ പ്ലേ ടൈം ഗെയിംസ് ഉണ്ട്. പ്ലേ ടൈം ഗെയിംസ് പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് കാണിച്ചു തരാം. ഇവിടെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നമുക്ക് തീർക്കാം. അപ്പോൾ ഇതെങ്ങനെ എടുക്കാൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇത് വേണ്ടവർ ഈ ക്യാഷ് ഔട്ടിൻ്റെ അവിടെ പോവുക. ഈ ക്യാഷ് ഔട്ടിൻ്റെ അവിടെ പോവുക. ഇവിടെയുള്ള ഈ ക്യാഷ് ഔട്ടിൻ്റെ അവിടെ. അതിനുശേഷം അതെടുത്തിട്ട് നമുക്ക് കുറേ ഇതുണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഫുട്ബോളിൽ ക്ലബ് കോയിൻസ് വേണ്ടി വരും. ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൂഗിൾ പ്ലേ. ഇതെടുക്കുക. ഫ്രീ ഫയറിൽ നമുക്ക് ഡയമണ്ട് ഇങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ ഗൂഗിൾ പ്ലേ റെഡീം കോഡ് വേണ്ടവർ ഗൂഗിൾ പ്ലേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പ്ലേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ റെഡി ചെയ്യാം. നമുക്ക് മിനിമം 10 ആണ് മിനിമം റെഡീം കോഡ്. പിന്നെ 25, 50, 25 ഇതൊക്കെ ഉണ്ട്. അപ്പോൾ 100 കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്. അപ്പോൾ റെഫറൽ ബോണസ് ഇത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതുവഴി കാണുന്നവർക്ക് 5 രൂപയാണ് ഇത് റെഫറൽ കിട്ടണത്. അതായത് നമുക്ക് 10 ആക്കി വിഡ്രോ ചെയ്യാൻ പറ്റും. നമുക്കിത് എങ്ങനെ എടുക്കാനെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എത്രേൻ്റെയാണ് വേണ്ടതെന്നാണ് റെഡീം കോഡ്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇതെടുക്കുക. 10 ആണ് എടുക്കുക. അപ്പോൾ 10 എടുക്കുക. ഞാൻ 10 ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്യാഷ് ഔട്ടിൻ്റെ അവിടെ ഈ ക്യാഷ് ഔട്ടിൻ്റെ അവിടെ തൊടുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID വരും. അത് എഡിറ്റ് ചെയ്യേണ്ട കഷ്ടപ്പാടും മടിയൊക്കെ കൊണ്ട് ഞാനത് കാണിക്കാനില്ല. ആ ക്യാഷ് ഔട്ട് എടുത്ത് ഇമെയിൽ ID കൺഫേം അടിക്കാൻ ഓപ്ഷൻ ഉണ്ടാവും. അത് കൺഫേം അടിച്ചാൽ മതി. ഇത് ക്യാഷ് ഔട്ട് വെക്കുക. ഞാൻ പോസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇമെയിൽ ID ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇവിടെ കൺഫേം അടിച്ചു കഴിഞ്ഞാൽ ഇത് കൺഫേം അടിച്ചാൽ മതി. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഈ മാർക്ക് ചെയ്താൽ കൺഫേം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെഡീം കോഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ആവും. ഞാൻ കാണിച്ചു തരാം. കൺഫേം ഞാൻ പോസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇങ്ങനെ വരും. എന്നിട്ട് കൺഫേം അടിക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വിഡ്രോവൽ സക്സസ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ 17 കുറഞ്ഞ കാണാം. ഇതെവിടെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയിൻ്റെ അവിടെ തൊടുക. ഈ കോയിൻ്റെ അവിടെ ഞാനത് ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഞാൻ ഒന്നും കൂടെ അത് കാണിച്ചു തരാം. ഈ കോയിൻ എന്ന് പറഞ്ഞ് ഇവിടെ കോയിൻ്റെ അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് തൊടുക. തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇപ്പോൾ കോയിൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1000 വിഡ്രോവലായി കാണിച്ചു തരും. വിഡ്രോ ആയി നമ്മളിങ്ങനെ ഒരു താടി ഇമോജി ആടിയിട്ടുണ്ട്. അത് നോക്കേണ്ടത് ഇവിടെ കുറേ ക്രെഡിറ്റ് ആയത് നമുക്ക് കാണാം. ഇത് ഫസ്റ്റിനടുത്ത റെഡീം കോഡ്, സെക്കൻഡ് എടുത്ത റെഡീം കോഡ് 1000 റെഡ്യൂസ് ആയെന്ന് പറഞ്ഞ് കാണിച്ചു തരാം. ഡേറ്റ് എല്ലാം കൃത്യമാണ്. ഇന്ന് 12/4/2020 കറക്റ്റ് തന്നെയാണ്. ഇങ്ങനെയാണ് ഡേറ്റ്. നമുക്ക് വിഡ്രോവൽ കാണിച്ചു തരാം. വിഡ്രോവൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എടുത്ത റെഡീം കോഡ് ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത റെഡീം കോഡാണ്. ഇത് ഞാൻ സെക്കൻഡ് എടുത്ത റെഡീം കോഡ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ ഈ സെക്കൻഡ് എടുത്ത റെഡീം കോഡ് എടുക്കുക. സെക്കൻഡ് എടുത്ത് ഇവിടെ ഓപ്പണിൽ പിടിച്ച് വെക്കുകയാണെങ്കിൽ plum.gift എന്ന് പറയുന്നത് കാണും. പ്ലേ സ്റ്റോറിൽ എങ്ങനെ റെഡീം കോഡ് എടുക്കാൻ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതിൽ പോവാം. നോ എക്സ്പയറി അത്. ഇപ്പോൾ ഞാൻ റെഡീം കോഡ് കളക്ട് വൗച്ചറിൽ ഞെക്കിയിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ റെഡീം കോഡ്. ഇതാണ് നമ്മുടെ റെഡീം കോഡെന്ന് പറഞ്ഞ് നമുക്കത് ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ കോപ്പി ചെയ്യാം. അടുത്ത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോപ്പി ചെയ്താൽ ഇത് ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ കോപ്പി ചെയ്യാം. ഇതിൻ്റെ അത് ഞെക്കിക്കഴിഞ്ഞാൽ കോപ്പി എടുക്കാം. ഇവിടെ കോപ്പിയുടെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇനി എങ്ങനെ റെഡീം കോഡ് ഇതിൻ്റെ അകത്ത് എടുക്കാമെന്ന് വെച്ചാൽ മാറുക. പ്ലേ സ്റ്റോർ എടുക്കുക, ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. ഞാൻ എൻ്റെ ഇത് എടുക്കുന്നുണ്ട്. ഇതാണ് ഇമെയിൽ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇമെയിൽ എടുക്കുക. പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ, റെഡീം ഗിഫ്റ്റ് കോഡ്. ഇവിടെ വേണ്ട, ഇവിടെ എടുക്കണ്ട. എൻ്റെ പേയ്മെൻറ്റ് ബാലൻസ് എനിക്ക് തരാം. ഇതാണ് എൻ്റെ ഗൂഗിൾ പ്ലേ അക്കൗണ്ട് ബാലൻസ്. നമുക്ക് റെഡീം ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ റെഡീം കോഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റെഡീം കോഡിൻ്റെ ഓപ്ഷൻ അതിൽ നിൽക്കുക. നേരത്തെ എടുത്ത റെഡീം കോഡ് ഇങ്ങനെ അടിക്കുക. ഞാനിവിടെ അടിക്കുന്നുണ്ട്, എൻ്റർ ചെയ്യണുണ്ട്. ഇങ്ങനെ അടിക്കുക. ജസ്റ്റ് റെഡീം വെക്കുക. യു ആർ അബൌട്ട് ടു ആഡ് ഇതൊക്കെ നമുക്ക് കൺഫേം വെക്കുക. കറക്റ്റ് ആവും. ഇവിടെ പ്ലേ സ്റ്റോർ ബാലൻസ് എൻ്റെ 25 കൂടിയത് കാണാം. നേരത്തെ 15 ഇപ്പോൾ 25. സക്സസ്ഫുള്ളി റെഡീംഡ്. ഇനി നമുക്ക് ഗോട്ടിറ്റ് വെക്കണം. എൻ്റെ റെഡീം കോഡ് ഇവിടെ 25, പ്ലേ സ്റ്റോർ ബാലൻസ് 25 കൂടിയത് നമുക്ക് കാണാം. ഇവിടെ 25 കൂടിയത് നമുക്ക് കാണാം. എന്നെ നേരത്തെ 15 സംശയമുള്ളവർ വീഡിയോ സ്കിപ്പ് അടിച്ച് ബാക്കിലേക്ക് നോക്കുക. സ്കിപ്പ് അടിച്ച് നോക്കുക. അങ്ങനെയാണ് ഞാൻ റെഡീം കോഡ് എടുക്കണത്. നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് റെഡീം കോഡ് എടുക്കാം. ഇത് ബാനൊന്നും ആവത്തില്ല. ഇതേപോലെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എൻ്റെ റെഫറൽ ഈ കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഈ കോഡ് അടിക്കുവാണെങ്കിൽ നിങ്ങൾക്കും കിട്ടും. മൈ റിവാർഡ്സ് അല്ല, ഇത് താഴെ കാണുന്നുണ്ടോ ഗിഫ്റ്റ് വൗച്ചർ? ഇതാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് കുറേ നോക്കി ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. അത് ക്ലെയിം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇതാവും. ഇപ്പോൾ നമുക്ക് എൻ്റെ ഇത് കാണിച്ചു തരാം. എൻ്റെ ഇത് റിവാർഡ്സ് പോവുക, ഇൻവൈറ്റ് ആൻഡ് ലേൺ. ഇതാണ് ഞാൻ ഈ ലിങ്കാണ്. എൻ്റെ റെഫറൽ ID ഇത് ഇവിടെ ഉണ്ടെങ്കിലും കാണും. റെഫറൽ കോഡ് ഇല്ലേ? സാധാരണ പറയണ്ടേ? പ്രൊഫൈലിൻ്റെ അവിടെ ആയിരിക്കും. പ്രൊഫൈലിൻ്റെ അവിടെ അക്കൗണ്ട് ഹിസ്റ്ററി. ഇതിൻ്റെ അടുത്തൊന്നും കാണിക്കാറില്ല. എവിടെയോ കാണിക്കണുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കണം. ഇൻവൈറ്റ് ചെയ്യുക. ഇതാണ് ഷെയർ ആക്കി എൻ്റെ ഈ യൂട്യൂബിൻ്റെ അടിയിൽ ഞാൻ ഇട്ടേക്കാം. കോപ്പീഡ് ടു ക്ലിപ്പ് ബോർഡ് നിൽക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇങ്ങനെ റെഡീം കോഡ് എടുക്കേണ്ടവർ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈസി ആയിട്ടാണ് റെഡീം കോഡ് എടുത്തത്. അപ്പോൾ ഇത് വേണ്ടവർ അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പ്ലേയേഴ്സിനൊക്കെ അത് വെച്ചെടുക്കാം. അപ്പോൾ ഗായ്സ് ബൈ.